ഇവിടെ മഞ്ഞൾ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ബോഡിയിൽ നിന്ന് ആത്മാവ് പുറത്തു വരുന്ന ആത്മാവ് നോക്കുമ്പോൾ അവളുടെ ചോര മൊത്തം റോസാപ്പൂക്കളായിട്ട് മാറുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ ഭൂമിയിൽ നിന്ന് ഒരു വാതിൽ പൊങ്ങി വന്നിട്ട് ഇവൾ അതിന്റെ അകത്തേക്ക് കൊണ്ടുപോകും. ഇവൾ ആ വാതിലിൽ കൂടെ പോയി എത്തണത് നരകത്തിലെ കോടതിയിലേക്കാണ്. അവിടെ വെച്ച് നരകത്തിലെ കോടതിയിൽ ഒരാൾ ശിക്ഷിക്കുന്ന കണ്ടിട്ട് ഇവള് പേടിച്ചു പോകും. അടുത്തത് അവളെയാണ് ഈ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോണേന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ ഞാനും ഭൂമിയിലെ ഒരു ജഡ്ജാണ്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വാദിക്കാണ്. ആക്ച്വലി ഇവളും ഭൂമിയിൽ ഒരു വക്കീലായിരിക്കും. പക്ഷെ നരകത്തിലെ ജഡ്ജായിട്ടുള്ള ജസ്റ്റീൻ ഇവള് പറഞ്ഞത് ഇഷ്ടപ്പെടാണ്ട് ഇത് മർഡർ ചെയ്തവർക്ക് മാത്രമുള്ള കോടതിയാണ്, ഒരു തെറ്റും ചെയ്യാണ്ട് നീ ഇവിടെ എത്തിപ്പെടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവളെ വിചാരണ ചെയ്യാണ്ട് തന്നെ ശിക്ഷിക്കും. നമ്മുടെ ഹീറോയിന് ജസ്റ്റീനെ നരകത്തിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ നരകത്തിലെ രാജാവ് അങ്ങോട്ട് വന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്തവളെയാണ് നീ ശിക്ഷിച്ചത്, അതുകൊണ്ട് നീ ഭൂമിയിൽ പോയിട്ട് മർഡർ ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കാത്ത 10 ആൾക്കാരെ കണ്ടുപിടിച്ച് കൊല്ലണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്നും ജസ്റ്റീനോട് പറയാണ്. അങ്ങനെ നരകത്തിലെ ജഡ്ജായിട്ടുള്ള ജസ്റ്റീന ആ മരിച്ച പെണ്ണിന്റെ രൂപത്തിൽ വന്ന് കൊലയാളികളെ അന്വേഷിച്ച് ശിക്ഷിക്കാണ്.